ശ്രീ മഹാദേവി നമ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ മഹാദേവിയുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി നമ്മൾ 12ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ പ്രഭാഷണമൊന്നുമല്ല കേട്ടോ, കഥയാണ്. കഥ പറയാനല്ല എനിക്കറിയോ. നാസ്തികന്റെ ഉത്ഭവവും ദേവി ഭാഗവത മാഹാത്മ്യമാണ് ഇപ്പം വർണ്ണിക്കുന്നത്. പിതാവിന്റെ ദുർമരണത്തെപ്പറ്റി ചിന്തിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ജനമേജയ രാജാവിനോട് സഭാതലത്തിൽ വെച്ച് സത്യവതി സുതൻ പറഞ്ഞു, അല്ലയോ രാജൻ, വളരെ ഗോപ്യ സ്വഭാവമുള്ളതും അതുപോലെ തന്നെ വളരെ 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 ശ്രേഷ്ഠമായതും അനവധി കഥകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദേവീ ഭാഗവതം പുരാണം ഞാൻ അങ്ങേ കേൾപ്പിക്കാം. വളരെയധികം രഹസ്യ സ്വഭാവമുള്ള ഈ പുരാണം ഞാൻ എൻ്റെ മകനായ ശുഗന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ വേദങ്ങളുടെയും പൊരുളായ ഈ ഗ്രന്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷ സമ്പാദനത്തിന് അത്യുത്തമമായ ഗ്രന്ഥമാണ്. അച്ഛൻ മഹാഭാരതം ശ്രീമദ് ഭാഗവതം കേട്ടിട്ടുണ്ടെങ്കിൽ മകൻ ദേവി ഭാഗവതാണ് കേൾക്കാൻ തയ്യാറായിരിക്കുന്നത്. അപ്പൊ ജനമേജയം പറഞ്ഞു, അല്ലയോ മഹാശയ, ഈ സർപ്പയാഗം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ അസ്ഥിയൻ ആരുടെ മകനാണ്? അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിന് സർപ്പരക്ഷ ചെയ്യുന്നത് കൊണ്ടുള്ള ലാഭം എന്താണ്? ആ ചരിത്രം വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അതുപോലെ ഈ പുരാണവും അങ്ങ് പറഞ്ഞു തരണം. അപ്പൊ വ്യാസം പറയണു, പണ്ട് ജരൽക്കാരു എന്ന പേര് അവിവാഹിതനായ ഒരു മനുഷ്യരേട്ടൻ ഉണ്ടായിരുന്നു. വിരക്തനുമായിരുന്നു അദ്ദേഹം. ആയിടക്ക് അദ്ദേഹം തന്റെ പിതൃക്കളെ കാണാനിടയായി. ഗതി കിട്ടാതെ ഒരു കുഴിയിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അവർ ജരൽക്കാരുവിനോട് പറഞ്ഞു, നീ ഉടനെ ആചാരപ്രകാരം വേളി കഴിക്കൂ. അതിലുണ്ടാവുന്ന പുത്രനെ കൊണ്ട് ഞങ്ങൾക്ക് കർമ്മം ചെയ്യിക്കണം. എന്നാലേ ഞങ്ങൾക്ക് സ്വർഗപ്രാപ്തിക്ക് പോകാൻ സാധിക്കൂ. മോനെ, സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് എന്നാലേ സാധിക്കൂ ഉള്ളൂ ഉണ്ണി എന്ന് പറഞ്ഞു. ജരൽക്കാരോട്, തീർച്ചയായും നിങ്ങൾക്ക് ക്ഷേമം വരുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യാം. അതുവരെ അദ്ദേഹം വിവാഹത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല ഈ ജരൽക്കാരും. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് സമാനയായി എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പറ്റിയ ഒരു കന്യകയെ കിട്ടിയാൽ ഞാൻ വേലി കഴിച്ചു കൊള്ളാം. അതുമാത്രമല്ല, എൻ്റെ പേര് തന്നെ ആവണം അവൾക്കും. അങ്ങനെയും കൂടെ ഒരു കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ജരൽക്കാര് തീർത്ഥയാത്രക്ക് ഇറങ്ങുകയും ചെയ്തു. അക്കാലത്താണ് കദ്രു തന്റെ മക്കൾക്ക് തീയിൽ പോയി പതിക്കുക എന്ന ശാപം കൊടുത്തത്. ഗംഭീരായിട്ട് ശപിച്ചിരുന്നല്ലോ കദ്രു. ഇതിനി ആ പാവത്തിന്റെ വിനതേന ദാസി പെണ്ണെടുപ്പിക്കാൻ. കശ്യപന്റെ ഭാര്യമാരായ കദ്രുവും വിനതയും ഒരു ദിവസം ഒരു പന്തയത്തിൽ ഏർപ്പെട്ടു. ആ കദ്രു വല്ലാത്ത സ്വഭാവമുള്ളൊരു സ്ത്രീയാണ്. വിനതയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ, സ്ഥാനവാദന്റെ 2 പത്നിമാരുടെ കാര്യം പോലെയാണ്. സപത്നിയെ തോൽപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടിയായിട്ടാണ് കദ്രു ഈ പന്തയത്തിന് ഒരുങ്ങിയത്. കദ്രു ചോദിച്ചു, വിനതേ, അത് ദൂരെ നിൽക്കുന്ന സൂര്യന്റെ കുതിരയുടെ നിറം എന്താണ്? വിനത സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, വെളുത്ത നിറമാണ് ആ കുതിരക്ക്. എന്റെ അഭിപ്രായം എന്താണ്? കദ്രുവിന് അതിന്റെ നിറം വെളുപ്പാണെന്ന് അറിയാമെങ്കിലും അതിന്റെ നിറം കറുപ്പാണെന്ന് പറഞ്ഞു. ആരുടെ വാദമാണ് ശരിയെങ്കിൽ അവരുടെ ദാസ്യം മറ്റേയാൾ അംഗീകരിക്കണം. ഇത്രയും പറഞ്ഞവർ തൽക്കാലം പിരിഞ്ഞുപോയി. മഹാഭാരതത്തിൽ പറയുന്നതല്ല. ഒരു ഉച്ചൈസ്രവസം ഒരു കുതിരന്റെ ഒരു മറുകുണ്ട്, മറുകില്ലാന്ന് വിനതയും മറുകുണ്ട് എന്ന് കദ്രുവും വാശി പിടിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് മക്കളോടൊക്കെ പറഞ്ഞു അത്രേ, ഒരു വാലിന് ഒരു കറുപ്പ് അടയാളായിട്ട് പോയി നിൽക്കണം. അപ്പം എന്താ, ഞങ്ങൾക്ക് വിനത അമ്മയും ഒരേപോലെ തന്നെ, ഞങ്ങൾ അതിന് നിൽക്കൂല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തീര് വീണ് ചാവട്ടെ എന്ന് ശപിച്ചു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. കുറച്ച് വ്യത്യാസം അതും ഇതും തമ്മിലുണ്ട്. അപ്പം കദ്രു തന്റെ ഗൃഹത്തിലെത്തി മക്കളോട്, നിങ്ങൾ പോയി സൂര്യന്റെ രഥത്തിന്റെ കുതിരയുടെ രോമം എല്ലാം കറുപ്പിക്കുക എന്ന്. ഇത് കേട്ട് ചില മക്കള്, ഞങ്ങൾക്കിത് ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ആ നാഗങ്ങളെയാണ് കദ്രു ശപിച്ചത്. നിങ്ങൾ ജനമേജയ രാജാവിന്റെ ഹോമാഗ്നിയിൽ പതിക്കുക എന്ന്. മറ്റ് നാഗങ്ങൾ അമ്മയെ അനുസരിക്കാനായി മുന്നോട്ട് വന്നു. നാഗങ്ങൾ സൂര്യന്റെ കുതിരയുടെ വാല് ചുറ്റി കറുപ്പ് നിറമാക്കി. പിറ്റേ ദിവസം തങ്ങളുടെ വാദം ശരിയാണോ എന്ന് നോക്കാൻ കദ്രുവും വിനതയും കുതിരയുടെ അടുത്തെത്തി. കുതിരയുടെ ശ്യാമനിറം കണ്ട വിനത സങ്കടപ്പെട്ടു പോയി. പന്തയത്തിൽ പറഞ്ഞതനുസരിച്ച് കദ്രുവിന്റെ ദാസ്യം വകവെച്ച് കൊടുക്കുകയും ചെയ്തു. കദ്രു ആണെങ്കിൽ ഒരു കാരണത്തിന് നിൽക്കുന്നത്. അത്ര ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു കദ്രു. വിനതയുടെ മകനായ ഗരുഡൻ അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ വളരെ ദീനയായിരിക്കുന്നത് കണ്ട് അതിന്റെ കാരണം ചോദിച്ചു. അമ്മയുടെ മക്കളായ ഞാനും ആദിത്യന്റെ തേരാളിയുമായ അരുണനും
ജീവിച്ചിരിക്കെ അമ്മ എന്തിനു സങ്കടപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. പിന്നെ പുത്രന്മാർ ജീവിച്ചിരിക്കുന്ന എന്തർത്ഥമാണുള്ളത്, അമ്മേനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന മക്കള് ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് ഈ ഗരുഡൻ പറഞ്ഞത്. ശ്രേഷ്ഠനല്ലേ ഗരുഡൻ? ഭഗവാൻ തന്നെ പറയുന്നത് ഞാൻ പക്ഷികളിൽ വൈനതേനാണ് എന്നല്ലേ പറഞ്ഞു. അത്രമാത്രം മഹാത്മുണ്ട് ഗരുഡന്. അമ്മയുടെ ദുഃഖങ്ങൾ എന്നോട് പറയുക പറഞ്ഞപ്പോൾ വിനത തന്റെ ദുഃഖകാരണമൊക്കെ മകനെ അറിയിച്ചു. പുത്ര, ഞാൻ സപത്നിയുടെ ദാസ്യം സഹിച്ച് അപമാനിതയിരിക്കുകയാണ്. അവൾ പറയുകയാണ് എന്നോട് അവളെ ഞാൻ ചുമലിലെടുത്ത് അവൾക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിക്കണമെന്ന്. അപ്പൊ ഗരുഡൻ അമ്മേ, അവൾക്ക് എവിടെ പോകണമെങ്കിൽ ഞാനില്ലേ, ഞാൻ ചുമലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം. അമ്മ സങ്കടപ്പെടാതിരിക്ക്, ഇതിന് പരിഹാരം ഞാൻ കണ്ടെത്താം. വിനതയും മകനും കദ്രുവിന്റെ അടുത്തെത്തി. അപ്പോൾ കദ്രു പറഞ്ഞു, എനിക്ക് സിന്ധു നദിയുടെ അക്കരക്ക് പോകണം. ഉടനെ വിനതയുടെ മകൻ ഗരുഡൻ കദ്രുവിനെ അവളുടെ മക്കളോടൊപ്പം ചുമലിലെടുത്ത് സിന്ധു നദിയുടെ അക്കരയിൽ കൊണ്ടുചെന്നാക്കി. അവിടെ എത്തിയപ്പോൾ ഗരുഡൻ ചോദിച്ചു, അമ്മയുടെ ദാസ്യത്തിൽ നിന്ന് എൻ്റെ അമ്മ എന്നാണ് മുക്തയാകുന്നത്? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വിനയാനിതനായി ചോദിച്ചു. കദ്രു പറഞ്ഞു, ദേവലോകത്ത് പോയി അമൃതം കൊണ്ടുവന്ന് എൻ്റെ മക്കൾക്ക് കൊടുത്താൽ ഞാൻ എൻ്റെ ദാസ്യത്തിൽ നിന്ന് എൻ്റെ അമ്മയെ മുക്തയാക്കാന്ന് പറഞ്ഞു. ഏതായാലും അമ്മയുടെ ഗുണങ്ങളൊക്കെ ഗരുഡനുണ്ടല്ലോ. അമ്മ അത്രയും നല്ലൊരു സ്വഭാവത്തിനുടമയാണ്. ഇത് കേട്ട് ഗരുഡൻ ഇന്ദ്രലോകത്തിലെത്തി ഇന്ദ്രാദികളോട് യുദ്ധം ചെയ്ത് അമൃതകുംഭം അപഹരിച്ച് ഭൂമിയിലെത്തി. കദ്രുവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്ത അമ്മയുടെ ദാസ്യം ഒഴിവാക്കി. അമൃത കണ്ട് സന്തോഷവതിയായ കദ്രുവും മക്കളും അമൃതകുംഭത്തെ ശുദ്ധമായ സ്ഥലത്ത് ഗർഭവിരിച്ച് അതിൽ വെച്ച് കുളിക്കാൻ പോയി. നന്നായിപ്പോയി. ആ സമയം നോക്കി ഇന്ദ്രൻ അമൃതകുംഭത്തെ എടുത്തു കൊണ്ടുപോയി. നാഗങ്ങൾ ദേഹശുദ്ധി വരുത്തി അമൃതം സേവിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കോ അവിടെ കുംഭവുമില്ല, ഒന്നുമില്ല. ആ നാഗങ്ങൾ കുംഭം വെച്ച സ്ഥലത്ത് ദർഭപ്പുല്ല് നക്കി. കുറച്ചെങ്കിലും അനുഭവിക്കാൻ സാധിക്കുമെന്ന് നോക്കിയതായിരുന്നു അവർ. വിദ്യാസുരന്മാർ ദർഭയെ നക്കിയത് കൊണ്ട് നാഗങ്ങളുടെ നാവിന്റെ അഗ്രം രണ്ടായി പിളർന്നു. നാഗങ്ങൾ ദ്വിജിഹ്വന്മാരാണ്, രണ്ട് നാവ്. കദ്രുവിന് ഹിതം ചെയ്യാത്ത മക്കളെ അവൾ ജനമേജന്യ ഹോമാഗ്നി നശിക്കട്ടെ എന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരിൽ വാസുകി തുടങ്ങിയ പ്രമുഖ ശാപഭീതിയെ പേടിച്ച് സങ്കടമുണർത്തിക്കാൻ ബ്രഹ്മാവിന്റെ സമീപമെത്തി. അപ്പം ബ്രഹ്മാവ് ചോദിക്കണു, ഹേ വാസുകി, സർപ്പശ്രേഷ്ഠ, ജരൽക്കാരു എന്ന പേരായ ഒരു മുനീശ്വരനുണ്ട്. നിന്റെ സഹോദരിയായ ജരൽക്കാരുവിനെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുക. അവർക്കുണ്ടാകുന്ന പുത്രൻ നിങ്ങളുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കും. ജരൽക്കാരുവിന് വാസുകിയുടെ സഹോദരിയിൽ ഉണ്ടാകുന്ന പുത്രൻ ആസ്തികൻ എന്ന പേരിൽ വിശ്രുതനായി തീരുമെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ബ്രഹ്മാവിന്റെ വാക്കിനെ അനുസരിച്ച് വാസുകി വനത്തിൽ പോയി ജരൽക്കാരുവിനെ കണ്ട് വിനയപൂർവ്വം സഹോദരി അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. ജരൽക്കാരു, എനിക്ക് അപ്രിയമായി എന്തെങ്കിലും ചെയ്താൽ അന്ന് ഞാൻ അവളെ ഉപേക്ഷിക്കൂട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുനിയുടെ നിബന്ധനക്ക് വഴങ്ങി വാസുകി സഹോദരിയെ ജരൽക്കാരുവിനെ ഏൽപ്പിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. ജരൽക്കാരു ആ കാട്ടിൽ ഒരു പർണശാല കെട്ടി ജരൽക്കാരുവിനോടുകൂടി സന്തോഷമായി താമസം തുടങ്ങി. ഒരു ദിവസം മുനി ഊണ് കഴിഞ്ഞ് വിശ്രമിക്കാനായി കിടന്നു. അടുത്ത് തന്നെ ഇരിക്കുന്ന സുന്ദരിയായ ഭാര്യയോട് പറഞ്ഞു, എന്ത് വന്നാലും എന്നെ ഉണർത്തരുത് കേട്ടോ. ഇത്രയും പറഞ്ഞ് ജരൽക്കാരൻ നിദ്രയിലാണ്ടു. സന്ധ്യാസമയമായപ്പോൾ മുനിപത്നിക്ക് പരിഭ്രമമായി. ഋഷീശ്വരൻ ഉണരുന്നുമില്ല. സന്ധ്യാവന്തനം മുടങ്ങിയാൽ ധർമ്മഹാനി സംഭവിക്കുകയും ചെയ്യും. ധർമ്മഹാനി സംഭവിച്ചാൽ നരകവാസം അനുഭവിക്കേണ്ടിയും വരും. ധർമ്മഹാനിയേക്കാൾ ശ്രേഷ്ഠം മരണമാണ്. അദ്ദേഹത്തിന്റെ വാക്കിന് അഹിതമായി പ്രവർത്തിച്ചാൽ എന്നെ ഉപേക്ഷിക്കും. ഉണർന്ന് സന്ധ്യാവന്തനം ചെയ്തില്ലെങ്കിൽ ധർമ്മച്യുതിയും സംഭവിക്കും. എന്നെ ഉപേക്ഷിച്ചാലും തരക്കേടില്ല, ധർമ്മച്യുതി സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതി അവൾ ജരൽക്കാരുവിനെ ഉണർത്തി. ഉറക്കത്തിൽ ഉണർത്തിയതിൽ കോപാകുലനായ മുനി പറഞ്ഞു, നീ എന്റെ നിദ്രയെ ഭഞ്ചിച്ചില്ലേ, നീ എനിക്ക് അഹിതമായി പ്രവർത്തിച്ചില്ലേ, അതുകൊണ്ട് നീ നിന്റെ സഹോദരന്റെ ഗൃഹത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അത് കേട്ട് പേടിച്ച് വിറച്ച് ജരൽക്കാര് ചോദിച്ചു, എന്നെ എന്റെ സഹോദരൻ എന്തുദ്ദേശിച്ചാണ് അങ്ങേക്ക് സമർപ്പിച്ചത്? അദ്ദേഹം അത് ഉണ്ടെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ഭർത്താവിന് തിക്തയായ ജരൽക്കാരു സഹോദര ഗൃഹത്തിലെത്തി. സഹോദരനോട് നടന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. മുനി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ വാസുകിക്ക് സന്തോഷമായി. താപസൻ പറഞ്ഞ വാക്കിൽ വിശ്വാസം അർപ്പിച്ച സഹോദരിയെ സ്വഗൃഹത്തിൽ പാർപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജരൽക്കാരുവിനൊരു ബാലൻ ജനിച്ചു. ആ ബാലൻ ആസ്തികൻ എന്ന പേരിൽ വിഖ്യാതനായി. ആ മഹാത്മാവാണ് ഇവിടെ വന്ന് അമ്മയുടെ വംശം രക്ഷിക്കാൻ
സർപ്പയാഗം നിർത്തണമെന്ന് അങ്ങയോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഹേ രാജൻ, യായാവരകുലത്തിൽ ജനിച്ച മഹാശയനെ ആദരിക്കുക. കാരണം അങ്ങയ്ക്ക് മംഗളം ഭവിക്കും. അങ്ങയുടെ അച്ഛൻ അനവധി ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അങ്ങയുടെ അച്ഛൻ്റെ ആത്മാവിന് സദ്ഗതി കിട്ടിയിട്ടില്ലല്ലോ. അങ്ങയുടെ കുലം പവിത്രമാകാൻ ഒരു ദേവീക്ഷേത്രം നിർമ്മിക്കുക. അപ്രകാരം ചെയ്താൽ അങ്ങയുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. ആ ജഗദംബയെ നിത്യവും പൂജ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അങ്ങയുടെ കുലത്തിന് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. രാജ്യത്തിന് ശ്രേയസ്സും ഉണ്ടാകുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. ദേവീയജ്ഞം യഥാവിധി ചെയ്ത പുണ്യപുരാണ ഗ്രന്ഥമായ ദേവീ ഭാഗവതം ശ്രവണം ചെയ്യുക. ആ പവിത്രമായ പുരാണം ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പുരാണം ഈ ജഗത്തിൽ ഇല്ല. അതുണ്ട്, അത് ഞങ്ങളുടെ ഭാഗവതമുണ്ട്. അങ്ങനെ പറഞ്ഞൂടാ കേട്ടോ. ആ ദേവി തന്നെയാണ് സകലർക്കും ആരാധ്യ. ഏത് ഭക്തന്റെ ഉള്ളിലാണോ അവൾ വസിക്കുന്നത്, അവൻ തന്നെ ധന്യനും ഭാഗ്യവാനും. ആ മഹാമായയെ സേവിക്കാത്തവർ ദുഃഖഭാരത്താൽ വലയുന്നു. ബ്രഹ്മാദിദേവന്മാരൊക്കെ ആരെയാണോ എപ്പോഴും പൂജിക്കുന്നത്, ആ ദേവി ആരെന്നെ ഭജിക്കില്ല. എല്ലാവരാലും പൂജനീയ തന്നെ എന്ന് അർത്ഥം. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ശ്രേഷ്ഠമായ ഈ പുരാണം ദേവി തന്നെ നേരിട്ട് വിഷ്ണുവിന് ഉപദേശിച്ചതാണ് കേട്ടോ. ഈ പുരാണം നിത്യം കേൾക്കുന്നതിന് സകല കാമനകളും നിഷ്പ്രയാസം കൈവരും. ഈ ശ്രവണം കൊണ്ട് അങ്ങേക്ക് മനഃശാന്തി ഉണ്ടാകുകയും ചെയ്യും. രാജാവേ, പിതൃക്കൾക്ക് അനശ്വരമായ സ്വർഗപ്രാപ്തിയും ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ദ്വിതീയ സ്കന്ധം 12-ാം അധ്യായം ശ്രോത്യ പ്രവക്ത പ്രസംഗം എന്നാണ് ഇതിന്റെ പേര്. ഈ ഭാഗം ഭഗവാന്റെയും ഭഗവതിയുടെയും പാദങ്ങൾ സമർപ്പിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം, 13-ാം അധ്യായത്തിലേക്ക്. അപ്പോൾ അവിടെ പറയുന്നത് ഭുവനേശ്വരി നിർണയം എന്നാണ്. അങ്ങനെ ജനമേജയ മഹാരാജാവ് വേദവ്യാസ മഹർഷിയോട് ചോദിക്കണം, അല്ലയോ വ്യാസ മഹർഷി, ഭഗവാൻ ദേവിയജ്ഞം നടത്തണമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ആ ദേവിയുടെ ഗുണങ്ങളും അവൾ ആരിൽ നിന്നാണ് ഉണ്ടായത് എന്നും എനിക്ക് പറഞ്ഞു തരണം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ആ യജ്ഞം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത്? അങ്ങ് സർവജ്ഞനാണല്ലോ. ബ്രഹ്മാണ്ടത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി അങ്ങ് മനസ്സിലാക്കിയതുപോലെ എനിക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ജനമേജയ മഹാരാജു വ്യാസമഹർഷിയോട് പറഞ്ഞു. അപ്പൊ സഗുണന്മാരായ ബ്രഹ്മ, വിഷ്ണു, ശിവൻ തുടങ്ങിയവരാണ് യഥാക്രമം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയാൽ ലോകം പരിപാലിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ സ്വതന്ത്രരാണോ? അവർക്ക് പരാശ്രയമില്ലാതെ പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യമാണോ? അവർക്കും മരണമുണ്ടോ? അവർ സച്ചിദാനന്ദ രൂപികളാണോ? അവർക്കും താപത്രയങ്ങളാവുന്ന ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം തുടങ്ങിയവയാൽ ബദ്ധരാണോ അവര് 3 പേരും? അവർ കാലത്തിന് വശപ്പെട്ടവരാണോ? മഹർഷി, അവർ ആരിൽ നിന്നാണ് ഉണ്ടായത്? സന്തോഷം, സങ്കടം, നിദ്ര തുടങ്ങിയ വൃത്തികൾ അവർക്കും ഉണ്ടോ? അവരുടെ ദേഹവും സപ്തധാതുക്കൾ ചേർന്നതാണോ? അവരുടെ ഭോഗങ്ങളും ഉൽപ്പത്തിയും എങ്ങനെയാണ്? എന്തൊക്കെയാണ് അവരുടെ താമസം എവിടെയാണ്? മഹർഷി വര്യ, ഓരോരുത്തരുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ലയോ ബ്രഹ്മൻ, എല്ലാം എനിക്കറിയണമെന്നുണ്ട്. അങ്ങ് വ്യക്തമായി പറഞ്ഞു തന്നാലും എന്ന് പറയണു. അപ്പോ വേദവ്യാസ മഹർഷി പറയണു, ഈ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. നിസ്സാരമായൊരു ചോദ്യമല്ല അങ്ങ് എന്നോട് ചോദിച്ചത്. ഈ ചോദ്യം ഞാൻ പണ്ട് നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്, ഇതേ ചോദ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഞാൻ അങ്ങയോട് പറയാം. പണ്ടൊരിക്കൽ ഞാൻ ഗംഗാതീരത്ത് ശാന്തനും സർവജ്ഞനും വേദപണ്ഡിതനും മുനിമാരിൽ ശ്രേഷ്ഠനുമായ നാരദ മഹർഷി ധ്യാനനിഷ്ഠനായി ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിനെ കണ്ട് ഞാൻ സന്തോഷപൂർവ്വം ആ പാദത്തിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തായി തന്നെ ഞാനും ഇരുന്നു. ഗംഗാ നദിയുടെ മണൽത്തട്ടിൽ ഇരിക്കുന്ന ആ യോഗിവര്യനോട് കുശല പ്രശ്നങ്ങൾ നടത്തി. അതിനുശേഷം ഞാൻ ഇപ്രകാരം, എടുത്തടിച്ചവർ ചോദിച്ചൂടല്ലോ, സത്യമാണ് പറയുന്നതെങ്കിലും എടുത്തടിച്ചവർ ചൊല്ലിയാൽ കൃത്യമായി അടി ലഭിക്കുമെന്നതിഹ വേറെ പറയാനുണ്ടോ? നന്നതുകൊണ്ട് അതിനൊരു ഒരു 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 ഉരുണ്ടുകളിയും ഒക്കെ വേണം. അങ്ങനെ വേണം ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചു, ഈ വിസ്തൃതമായ ബ്രഹ്മാണ്ടം ആര് സൃഷ്ടിച്ചതാണ്? ഇത് ഏതിൽ നിന്നുണ്ടായതാണ്? ഇത് എന്ന് നിലനിൽക്കുന്നതാണോ? നാരദ മഹർഷി, അതോ ഇതിന് നാശമുണ്ടോ? ഈ ബ്രഹ്മാണ്ടം ഒരാളുടെ മാത്രം സൃഷ്ടിയാണോ? അതോ വേറെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ നാരദ മഹർഷി? അതോ
വേറെ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ? ഒരു സൃഷ്ടികാരൻ ഇല്ലാതെ ഒന്നും ഉത്ഭവിക്കുകയില്ലല്ലോ, അത് ഉറപ്പല്ലേ? ഈ സംശയത്തിന്റെ യാഥാർത്ഥ്യം അങ്ങ് പറഞ്ഞു തരണമെന്ന് ഞാൻ മുമ്പ് ശ്രീനാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജനിമരണങ്ങളില്ലാത്ത സദാ മംഗളത്തെ തരുന്ന പരമശിവനാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നു സർവവ്യാപിയും സർവസാക്ഷിയും സർവതോമുഖനും മുക്തിപ്രധാനനുമായ വിഷ്ണുവാണ് എന്ന്. ഭഗവാൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുണ്ടായ സത്യലോകത്തിൽ വാഴുന്ന ചതുർമുഖനായ ബ്രഹ്മാവാണെന്ന് ചിലർ. വേദജ്ഞന്മാർ പറയുന്നു സൂര്യദേവനാണ് എല്ലാവർക്കും നാഥനെന്ന്. ശചീദേവിയുടെ നാഥനായ ഇന്ദ്രനാണെന്ന് വേറൊരു പക്ഷമുണ്ട്. മറ്റു ദേവന്മാരെ അഗ്നി, വായു, വരുണൻ, യമൻ, ചന്ദ്രൻ, കുബേരൻ ഇവരൊക്കെയാണ് പൂജനീയർ എന്ന് വേറെ ചിലരും പറയുന്നു. ഏതാണ് ശരി? അംബാസുതനായ ഗണേശനാണെന്ന് ചിലവർ പറയുന്നു. ഏതാ ശരി, ഏതാണ് തെറ്റിയെന്ന് എനിക്ക് പറഞ്ഞ് ശരിയാക്കി തരണേന്ന് പറഞ്ഞു. എന്നാൽ ചില ആചാര്യന്മാർ തർക്കിക്കുന്നു. പരാശക്തിയാണ് എല്ലാറ്റിനും കാരണഭൂതയെന്ന്. ബ്രഹ്മൈക്യം നേടിയ ശിവയാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നതെന്നും എല്ലാവർക്കും ജനനിയായി ശോഭിക്കുന്നതും അവൾ തന്നെയാണെന്ന്. നിർഗുണയായ അവൾ ആത്യന്തരഹിതയാണെന്നും സർവ്വലോകങ്ങൾക്കും ഈശ്വരിയാണെന്നും അവർ പറയുന്നു. അവൾ ശിവയാണ്, വൈഷ്ണവി, വാരാഹി, ബ്രാഹ്മി, നാരസിംഹി, മഹാലക്ഷ്മി തുടങ്ങിയ എല്ലാ രൂപത്തിലും അവളെ ശോഭിക്കുന്നു. ആര്? ഈ പരാശക്തി. സംസാരവൃക്ഷത്തിന് തായ്വേരായും വേദങ്ങൾക്കൊക്കെ അമ്മയായും ഭക്തന്മാർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് എല്ലാം കൊടുക്കുന്നവളുമായി അവൾ വർത്തിക്കുന്നു. അവൾ വാഞ്ചിതാർത്ഥപ്രദായിനിയാണ്, മോക്ഷം ഇച്ഛിക്കുന്നവർക്ക് മുക്തി പ്രദായിനിയാണ്. അവൾ ഗുണാതീതയാണ്, ഗുണങ്ങൾക്കൊക്കെ എത്രയോ മേലെയാണ് ദേവി. ഫലകാംക്ഷികളായ ജനങ്ങൾ അവളെ എപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കും. വേദാന്തികൾ പറയുന്നു അവൾ നിർഗുണയാണെന്ന്, നിരാകാരയാണെന്ന്, നിർലേപയാണെന്ന് ഒക്കെ. വേദവിത്തുക്കളായ മനീഷികൾ 1000 തലയും 1000 മുഖവും 1000 കണ്ണും ചെവിയുമൊക്കെയുള്ള വിരാട് രൂപത്തെ വാഴ്ത്തുന്നു. വേദം പറയുന്നു അവൻ പുരുഷോത്തമോത്തമനാണ്, വെറും പുരുഷോത്തമനല്ല, അതിലും ഒരു ഉത്തമൻ. വിഷ്ണു അല്ലാതെ മറ്റൊരു പ്രഭു ഇല്ലേ ഇല്ല എന്ന് വാദിക്കുന്നു. മറ്റു ചിലർ പറയുന്നു ഇക്കാണുന്ന അനന്തമായ ബ്രഹ്മാണ്ടം ആരും സൃഷ്ടിച്ചതല്ല, തന്നെത്താൻ ഉണ്ടായിട്ട് നിലനിൽക്കുന്നതാണെന്ന്. മറ്റു ചിലർ പറയുന്നു ഇക്കാണുന്ന സാംഖ്യന്മാർ പറയുന്നു ഇതിന്റെ കർത്തൃത്വം ആ വിരാട് പുരുഷനും ഇല്ല, പ്രകൃതിക്കും ഇല്ല. സാംഖ്യയോഗ വിശാരദന്മാരായ കപിലയോഗികൾ തുടങ്ങിയവരിൽ ഈ തർക്കം നിലനിൽക്കുന്നുമുണ്ട്. ഇന്നും ഈ തർക്കം അവരിൽ നിലനിൽക്കുന്നതേയുള്ളൂ എന്ന് പറയുന്നു. അല്ലയോ വ്യാസ മഹർഷി, പല സംശയങ്ങളും കൊണ്ട് എൻ്റെ മനസ്സ് ഭ്രമിച്ചിരിക്കുകയാണ്. രാജാവ് പറയുന്നു വേദവ്യാസ മഹർഷിയോട്. അങ്ങനെയും പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയും പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, ഏതാ ഇതിൽ ശരി? എനിക്കൊന്ന് എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരണേന്ന് പറയുന്നു. ധർമ്മം എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണം എന്താണ്, ധർമ്മത്തെ പറ്റിയും അധർമ്മത്തെ പറ്റിയും ഒരു ഉറച്ച തീരുമാനം ആർക്കും എടുക്കാൻ പറ്റുന്നുമില്ല. ദുഷ്ടരായ അസുരന്മാരുടെ പ്രവൃത്തി കൊണ്ട് പീഡ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ വംശജരായ പാണ്ഡവന്മാർ. ധർമ്മത്തിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? ഇങ്ങനെ ഓരോ സംശയത്താൽ എൻ്റെ മനസ്സ് ചാഞ്ചാടുകയാണ് മഹർഷി. ആ സംശയങ്ങൾ തീർക്കാൻ അങ്ങ് സമർത്ഥനുമാണ്. ഞാൻ വേറെ ആരോടെ ചോദിക്കേണ്ടത് അങ്ങയോടല്ലാതെ. സ്നാനമാകുന്ന തോണിയിൽ കയറ്റി ഈ സംസാര സാഗരത്തിന്റെ അക്കരക്ക് എന്നെ കടത്തി വിട്ടാലും മഹർഷി എന്ന് ഞാൻ വളരെ വിനീതനായി അങ്ങനെ വളരെ വിനീതനായി ജനമേജയ മഹർഷി രാജാവ് വേദവ്യാസ മഹർഷിയോട് അപേക്ഷിക്കുകയാണ്. അപ്പം അടുത്തത് രണ്ടാമത്തേതിലാണ് ബ്രഹ്മാദികളുടെ യാത്ര വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. നാളെ ഇന്നത്തെ ഈ ഭാഗം ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും പാദങ്ങൾ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.